التمسك بالأثر نجاه. അടുത്ത ഹദീസ് അൽ ഹദീസു അസ്സാനി വൽ ഇശ്റൂൻ 22ാമത്തെ ഹദീസ്. الحديث الثاني والعشرون عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم أخنع الأسماء عند الله رجل تسمى ملك الأملاك لا مالك إلا الله عز وجل متفق عليه. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أخنع الأسماء عند الله رجل تسمى بملك الأملاك لا ملك إلا الله عز وجل متفق عليه. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള മഹാനായ സ്വഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഖ്നഉൽ അസ്മാഇ ഇൻദല്ലാഹ് റജുലുൻ തസമ്മ ബിമലിക്കിൽ അംലാക്. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ഒരു നാമം ഒരു മനുഷ്യനാൾ നാമം സ്വീകരിച്ചത് മലിക്കുൽ അംലാക്ക് എന്നാണ്. രാജാതിരാജൻ എന്ന പേര് സ്വീകരിച്ച ഒരാളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട നാമം സ്വീകരിച്ച ഒരു വാക്ക്, ഒരു പേര്. എന്നിട്ട് പറയാണ് ലാ മാലിക ഇല്ലല്ലാഹു അസ്സ വജൽ. കാരണം അള്ളാഹു അല്ലാതെ മാലിക്കായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് രാജാതിരാജൻ എന്നുള്ള പേരൊന്നും മനുഷ്യന്മാർ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ കാണിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് അറിയിക്കുന്നതായ കാര്യമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടതായ ഏറ്റവും നിലവാരമില്ലാത്തതായ ഒരു നാമമായിട്ടാണ് ഈ നാമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം നാമം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. നിഷിദ്ധമാണ്, അത് തഹരീമാണ് അറിയിക്കുന്നത്, നിഷിദ്ധമായ കാര്യമാണ്. മലിക്കുൽ അംലാക് എന്ന രൂപത്തിൽ പാടില്ല. അത് വേറെ ചില ഭാഷയിൽ ഷാഹിൻ ഷാ എന്ന രൂപത്തിലൊക്കെ പേരുണ്ട്. അത് പേർഷ്യൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, മലിക്കുൽ അംലാക്ക് എന്നാണ്, രാജാതിരാജൻ എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഏത് വാക്ക് ഏത് ഭാഷയിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരു നിരുപാധികമായ ഒരു രാജാവ് അവനാണ്, സർവ്വ ഭരണവും അവനാണുള്ളത് എന്ന രൂപത്തിലുള്ള നാമങ്ങൾ ഒരാൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിനോട്, അള്ളാഹുവിന് മാത്രമുള്ള കാര്യത്തോട് അത് യോജിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അതേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായുള്ള ചില പേരുകളുണ്ട്. അർ റഹ്മാൻ, അള്ളാഹ് എന്നുള്ള പേര്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള പേരാണ്. അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ എന്നർത്ഥം വരുന്ന അള്ളാഹ് എന്നുള്ള വാക്ക്, അത് മറ്റൊരാൾക്കും സ്വീകരിക്കാൻ പാടില്ല. അതേപോലെ അർ റഹ്മാൻ, വിശാലമായ കാരുണ്യം ഉൾക്കൊള്ളുന്നവൻ, ഇതൊരാളിങ്ങനെ ഒരു പേര് സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ അബ്ദുല്ലാ, അള്ളാഹുലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള നിലക്ക് അബ്ദുല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. അബ്ദുറഹ്മാൻ, അതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളിൽ ഒന്നാണ്, 2 പേരുകളാണ്. അങ്ങനെ ഒരാൾ സ്വീകരിക്കട്ടെ. അല്ലെങ്കിൽ അൽ ഖുദ്ദൂസ്, അതൊരാൾ പേരിടാൻ പാടില്ല, അൽ അബ്ദുൽ ഖുദ്ദൂസ് എന്നിടണം. അൽ മുഹൈമിൻ എന്ന് പേരിടാൻ പാടില്ല, അൽ മുഹൈമിൻ എന്നുള്ളതിന് കൂടെ അബ്ദുൽ മുഹൈമിൻ. ഖാലിഖ്, സൃഷ്ടാവ് എന്ന പേര് ഒരാൾ ഇടാൻ പാടില്ല, അബ്ദുൽ ഖാലിഖ് എന്നിടാൻ പാടില്ല. അപ്പം ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിന് മാത്രം ഇടാൻ പറ്റുന്ന, അള്ളാഹുവിന് മാത്രം വിളിക്കാൻ പറ്റുന്ന പേരുണ്ട്. അത് അബ്ദു കൂട്ടാതെ മനുഷ്യർക്ക് പേരിടാൻ പാടില്ല. അത് അബ്ദു കൂട്ടാതെ മനുഷ്യർക്ക് പേരിടാൻ പാടില്ല, അത് നിഷിദ്ധമായി തീരും. അതുകൊണ്ട് അവരെ വിളിക്കുന്ന സമയത്തും അബ്ദുറഹ്മാനെ എന്ന് തന്നെ വിളിക്കുക, റഹ്മാനെ എന്ന് വിളിക്കരുത്, അബ്ദുറഹ്മാനെ എന്ന് വിളിക്കുക. അതാണ് അതിൻ്റെ മര്യാദ, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഖാലിഖെ എന്ന് വിളിക്കരുത്. അബ്ദുൽ ഖാലിഖ് എന്ന ഒരാൾക്ക് പേരുണ്ടെങ്കിൽ അബ്ദുൽ ഖാലിഖ് എന്ന് തന്നെ കൃത്യമായി വിളിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇത്തരം പേരുകളെ കുറിച്ചിട്ട് ഇനി ഇത് നിരുപാധിക നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അതിനെ ഏതെങ്കിലും ഒരു കൈത് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മലിക്കുൽ അംലാക്ക് എന്ന രൂപത്തിലുള്ള പേര്, അല്ലെങ്കിൽ കാളി കുലാത്ത് എന്നുള്ള ഇതേപോലുള്ള പേരുകളൊക്കെ ഉണ്ട്. കാളി കുലാത്ത് എന്ന് പറഞ്ഞാൽ കാളിമാരുടെ, അതായത് ന്യായാധിപന്മാരുടെ ന്യായാധിപൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കാളി കുലാത്ത്, എല്ലാ കാളിമാരെയും ഭരിക്കുന്ന കാളി. ഒരു നാട്ടിൽ കുറേ കാളി ഉണ്ടെങ്കിൽ അതിന് മെയിൻ ഹെഡായിട്ടുള്ളൊരു കാളിയാണ്, ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, കാളിമാരുടെ കാളി. അപ്പം അങ്ങനെ പറയുന്ന ഒരു പേരാണ് കാളി കുലാത്ത് എന്നൊക്കെ പറയുന്ന പേര്. അപ്പം അങ്ങനെ പറയുമ്പോൾ കാളി കുലാത്തുൽ ഇറാഖ്, ഇറാഖിലെ കാളി കുലാത്ത്, അത് ഇറാഖിലെല്ലാ ഇതിലെയും കാളിമാരുടെയും ഹെഡ് എന്ന രൂപത്തിലൊരു നാട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സമയത്തെ കുറിച്ചിട്ട്, ഇന്ന സമയത്തെ കാളി കുലാത്തു ഹാദ സമാൻ, ഈ കാലഘട്ടത്തിലെ കാളി കുലാത്ത് എന്ന രൂപത്തിലൊക്കെ ഒരു നാടിനെയോ അതില്ലെങ്കിൽ ഒരു സമയത്തെയോ വെച്ച് പറയുകയാണെങ്കിൽ അത് തെറ്റില്ല, അത് ജായിസാണ് എന്നാണ്. അങ്ങനെ പറയപ്പെടാറുണ്ട്. ഇന്നയാൾ കാളി കുലാത്ത് മിസ്റാണ്, മിസ്റിലെ കാളി കുലാത്താണ്, ഇന്നയാൾ ഇന്ന രൂപത്തിലെ കാളി കുലാത്താണ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ശരി. ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മുൻഗാമികൾ ചിലർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് അവർ ഉദ്ധരിച്ച ചില ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും
അഖ്ലാഖും അലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി വിധിക്കാൻ സാധിക്കുന്നത് അലിയാണ്, ഏറ്റവും വലിയ ഖാദി അലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഖ്ലാഖും എന്ന് പറയുമ്പോൾ ആ ഒരു പദത്തിന്റെ അർത്ഥത്തിലേക്കാണ് വരുന്നത്. പക്ഷെ ഹദീസ് ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മറ്റു ചിലർ തെളിവാക്കിയിട്ടുള്ളത് മഹാനായ ഇമാം അബു ഹനീഫ റഹിമഹുള്ളയുടെ ശിഷ്യന്മാരിൽപ്പെട്ട, അതല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ വലിയ പണ്ഡിതനായിരുന്ന ഖാദിൽ ഖുലാത്ത് അബു യൂസുഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുണ്ട്. അപ്പം അദ്ദേഹത്തെ ഖാദിൽ ഖുലാത്ത് എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഹിജ്റ 200 മുമ്പൊക്കെ ജീവിച്ചതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരാളും എതിർത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് അല്ലാമ ഐനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ശരി, ഇത് പണ്ഡിതന്മാർ പറയുകയാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. കാരണം ഈ ഹദീസിൽ പറയുന്നത് അഖ്നഉൽ അസ്മാ ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട നിലവാരമില്ലാത്ത നാമം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് മനസ്സിലാക്കുകയും അത്തരം പേരുകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിലേക്ക് അബ്ദ് ചേർത്ത് പറയുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. കാരണം അത് ഗൗരവമുള്ള അർത്ഥമാണ്. ഒരാൾ അബ്ദുൽ നബി എന്ന പേരിട്ടാൽ നബിയുടെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അബ്ദുൽ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഹുസൈൻ്റെ അടിമ എന്നാണ് അർത്ഥം. അങ്ങനെ ആരെങ്കിലും പേരിടുകയാണെങ്കിൽ അബ്ദുൽ ഉസ്സ, അബ്ദു മനാഫ് എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചാരത്തിലുള്ള പേരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പരയിൽപ്പെട്ട ഒരു ഉപ്പ അബ്ദു മനാഫാണ്. അതുകൊണ്ട് നാട്ടിൽ പലരും അബ്ദു മനാഫ് എന്നുള്ള പേര് ഇടാറുണ്ട്. അത് ഇടാൻ പാടില്ല, ഉള്ളവർ ഇട്ടവർ മാറ്റേണ്ട പേരാണ്, ഗൗരവത്തിൽ മാറ്റേണ്ട ഒരു പേരാണ്. കാരണം അത് ഹറാമായ പേരാണ്. മറ്റൊരാളുടെ പേര് അബ്ദുഷംസ് എന്ന രൂപത്തിലൊക്കെ പേരിടുക എന്നുള്ളത് പാടില്ല. അത് ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിലേക്ക് അബ്ദിട്ട് ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നാമമാണെന്ന് ഉറപ്പുള്ളതിൽ മാത്രമേ അബ്ദു ചേർത്ത് പറയാൻ പാടുള്ളൂ. ചില ആളുകൾക്ക് പഴയ കാലത്ത് വിവരമില്ലാത്തതുകൊണ്ട് പേരിടുമ്പോൾ അവർക്കൊരു രസത്തിനങ്ങ് അബ്ദു എന്നൊക്കെ എല്ലാത്തിനും കിട്ടാറ്. അത് അള്ളാഹിൻ്റെ നാമമാണോ അല്ലേ എന്നുള്ളതൊന്നും അവർ ശ്രദ്ധിക്കുകയില്ല. അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉറുദു വെർഷനാണ് ഗുലാം നബി എന്നൊക്കെ പറയുന്നത്. ഗുലാം എന്ന് പറഞ്ഞാൽ അബ്ദിൻ്റെ ഉറുദു വാക്കാണ്, അടിമ എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ നബി ആ പേര് ഇടാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ള പേരാണ് എന്ന്. എന്നതുപോലെ പണ്ഡിതന്മാർ പറയാണ് കറാഹത്തായിട്ടുള്ള ചില പേരുകൾ ഹറാമിൻ്റെ പരിധിയിലേക്ക് വരുന്നില്ല, ഒഴിവാക്കലാണ് നല്ലത്. കറാഹത്തായിട്ടുള്ള ചില പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മാഫിഹി തസ്കിയത്തു മിൻ ബാബിദ്ദീൻ, ദീനിൻ്റെ പേരിൽ ഞാൻ ദീനിയായി ഒരു നല്ലവനാണ് അല്ലെങ്കിൽ ദീനിൻ്റെ ഒരു നടുക്കഷ്ണമാണ് എന്നൊക്കെ അറിയുന്ന രൂപത്തിൽ ചില പേരുകളൊക്കെ ഉണ്ട്. അത് കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സൈനബ് റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ പേര് ബറ എന്നാണ്. ബറ എന്ന് പറഞ്ഞാൽ ധാരാളം പുണ്യം ചെയ്യുന്ന സ്ത്രീ എന്നാണ്, പുണ്യവതി എന്ന് പറയാം. ഒരു പുണ്യാളത്തി, പുണ്യവതി എന്നൊക്കെ പേരാണ് ബറ എന്ന് പറയുന്ന പേര്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, തുസക്കി നഫ്സഹ, നീ നിന്നെ തന്നെ പുകഴ്ത്തുകയാണ്? ബറ എന്ന് പറയുമ്പോൾ ഞാൻ നല്ല പുണ്യം ചെയ്യുന്ന ആളാണ്, അവർ ഉദ്ദേശിക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ പേരിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ടല്ലോ, നീ നിന്നെ തന്നെ പുകഴ്ത്തുകയാണ്. ഫസമ്മഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് എന്ന് പേരിട്ടു. ബറ എന്ന് മാറ്റിയിട്ട് സൈനബ് എന്ന് പേരിട്ടു. അപ്പം അങ്ങനെ ആർക്കെങ്കിലും പേരുണ്ടെങ്കിൽ ബറ എന്ന് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൈനബ് എന്ന് പേരിടണം. അല്ല, ആ പേര് മാറ്റി മറ്റു വല്ല പേരുണ്ട്. സൈനബ് റസൂലുള്ളാഹി ഇട്ട പേരാണ്, മറ്റെന്തെങ്കിലും പേര് ഇടണം. പക്ഷെ ഇത് ഹറാമല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇബ്നു ജരീർ ത്വബരി റഹിമഹുള്ള അത് വിശദീകരിച്ച് പറയുന്നുണ്ട്, അത് ഹറാമാണെന്നുള്ള നിലക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾക്കത് മാറ്റാൻ വല്ല തടസ്സമുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ പേരിൽ ഇനി അതിൻ്റെ ലീഗലി മാറ്റാനും പല കാര്യങ്ങളൊക്കെ മാറ്റണം, അങ്ങനെ വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിപ്പോൾ മാറ്റിയിട്ടില്ല, വലിയ കുഴപ്പമില്ല. കാരണം അത് നിഷിദ്ധമാണ് എന്നുള്ള നിലക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റിയത് എന്നാണ്. അപ്പം അങ്ങനെ ഉള്ള പേരുകൾ എന്ത് ചെയ്യുക? അത് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറയുന്നത് മാ യകൂനു മിൻ അസ്മാഇ ദരിഅത്തുൻ ഇലാ മാ യക്റഹു മിൻ അത്വീറ ബിഅൻ യുഖാൽ ലൈസ ഹാഹുന യസാർ. അപ്പോൾ യസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റബാഹ് നല്ല ലാഭം, അല്ലെങ്കിൽ അഫ്ലഹ് എന്നൊക്കെ പറയുന്ന ചില പേരുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില പേരുകൾ അത് ചില സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യും? ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ പണ്ഡിതന്മാർ ഉദാഹരണമായിട്ട് പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നിൻ്റെ വീട്ടിൽ, അതൊരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ തുസമ്മീന ഗുലാമക യസാറൻ വലാ റബാഹൻ വലാ നജീഹൻ, നിൻ്റെ വിജയം, എളുപ്പം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ, വലാ അഫ്ലഹ്, ഇങ്ങനെയൊന്നും പേരിടരുത്. ഫൈനക തഖൂലു അസമ്മ ഹുവ, അവൻ അവിടെ ഉണ്ടോ, അഥവാ അഫ്ലഹ് അവിടെ ഉണ്ടോ, റബാഹ് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവൻ നിങ്ങൾ എന്ത് പറയേണ്ടി വരും? ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതൊരു ദുസ്സൂചന പോലെയാണ്. ഇപ്പോൾ വിജയം ഉണ്ടോ, വിജയമില്ല. ഫലാഹ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു വിജയമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് കറാഹത്തായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, കറാഹത്തായിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമ റബാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് മാറ്റിയതായി അറിയപ്പെടുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കലാണ് നല്ലത്, എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മൂന്നാമത്തെ കറാഹത്തായിട്ട് ഞങ്ങളുള്ളത് ഒരു മോശം അർത്ഥം അതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു മോശം അർത്ഥത്തിന് സാധ്യതയുണ്ട് എങ്കിൽ അത്തരം പേരുകൾ ഒഴിവാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉമർ അള്ളാഹുവിൻ്റെ ഒരു മകളുണ്ടായിരുന്നു, അവളുടെ പേര് ആസിയ എന്നായിരുന്നു. ആസിയ എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുന്നവർ എന്നൊക്കെ ഒരു അർത്ഥം അതിനുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീല എന്ന പേരാക്കി മാറ്റിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പേരിടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഇവിടെ അറിയിക്കുകയാണ്. അത് തൗഹീദിന് വിരുദ്ധമാകുന്ന പേരുകൾ ഇടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പോലത്തെ നാമങ്ങൾ ഇടാൻ പാടില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഇടുമ്പോൾ അതിന് അബ്ദു കൂട്ടിയിടേണ്ടത് അങ്ങനെ തന്നെ ഇടണം. ഇനി അള്ളാഹുവിൻ്റെതല്ലാത്ത നാമങ്ങളിലേക്ക് അബ്ദു കൂട്ടിയിടാനും പാടില്ല. പിന്നെ ഇതേപോലെയുള്ള പേരുകൾ നേരത്തെ പറഞ്ഞതുപോലെ ബർറ, അതേപോലെ തന്നെയാണ് അവിടെ പണ്ഡിതന്മാർ ദീന് കൂട്ടി ഇടുക എന്നുള്ളത് പിൽക്കാലത്ത് വന്നതാണ്. സിറാജുദ്ദീൻ, തഖിയുദ്ദീൻ, അങ്ങനെയുള്ള പല നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം നാസറുദ്ദീൻ എന്ന പേര് അദ്ദേഹം പറയില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതർ ഷെയ്ഖ് നാസർ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അത് പ്രസിദ്ധമായിപ്പോയി. ചില കാര്യങ്ങൾ അങ്ങനെ പ്രസിദ്ധമായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേര് മാറ്റിക്കാൻ ആളുകൾ ചിലപ്പോൾ മനസ്സിലാവുകയില്ല. അങ്ങനെ പറയേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് അവരത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷെ അത് പിൽക്കാലത്ത് വന്നതാണ്. അങ്ങനെയുള്ള പേരുകൾ ദീനിൻ്റെ വെളിച്ചം, ദീനിൻ്റെ സഹായി എന്നൊക്കെ രൂപത്തിലുള്ള സിറാജുദ്ദീൻ, ദീനിൻ്റെ വെളിച്ചം. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയൊരു പുകയത്തിലുണ്ട്. എന്തായാലും കറാഹത്ത് ഏറ്റവും കൂടിയതുള്ളൂ, അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതോടുകൂടി 22ാമത്തെ ഹദീസ് പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് തൗഹീദിലായി മരണപ്പെടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.